नमस्ते, कैसे हैं आप लोग। आज हम एक नए पाठ उठाएंगे। उसका नाम है बुद्धि का सौदागर। इस पाठ में एक कथापात्र है। वो एक निर्धन लड़का है। उसके पास पैसे नहीं है, फिर भी वो अपने दिमाग से, अपने बुद्धि से व्यापार चलाते हैं। देखिए, बुद्धि क्या है? बुद्धि क्लवर है, सौदागर मर्चेंट है, बुद्धिमानाया व्यापारी। आप लोग ये तस्वीर देखिए, पिक्चर देखिए। इसमें कौन कौन है, इसमें कौन सा दुकान है? देखिए, बुद्धि का सौदागर, यहाँ बुद्धि बिकती है लिखा है। इसमें बिकना വിൽക്കുക അല്ലേ? ബുദ്ധി കാ സൗദാഗർ, അതായത് ക്ലവർ ആയിട്ടുള്ള മർച്ചൻ്റ് അല്ലേ? യഹി ബുദ്ധി ബിക്തി ഹെ, ഇവിടെ ബുദ്ധി വിൽക്കാൻ കിട്ടുന്നു. ബുദ്ധി കാ സൗദാഗർ, यहाँ बुद्धि बिकती है. देन सब्जियों का दुकान है. इसमें सब्जी मीन्स वेजिटेबल्स. कपड़े का दुकान है, कपड़े मीन्स क्लॉथ्स. अब देखिए, ये कौन है? ये है हमारा बुद्धि का सौदागर, वो निर्धन लड़का. एक समय की बात है, ഒരു ടൈമില്ല എൻ്റെ കാര്യമായിരുന്നു. गुजरात के एक छोटे से गांव में एक निर्धन लड़का रहता था. गुजरात के एक छोटे मीन्स स्मॉलेस्ट, गांव मीन्स विलेज. एक निर्धन लड़का, निर्धन मीन्स पुअर, लड़का बॉय रहता था, लिव ചെയ്തിരുന്നു. उसके माता पिता नहीं थे. उसके माता पिता नहीं थे, അവർക്ക് മാതാ പിതാവൊന്നും ഉണ്ടായിരുന്നില്ല. गांव में उसके पास आजीविका का कोई साधन नहीं था. गांव मीन्स ആ വില്ലേജിൽ उसके पास അവരുടെ അടുത്ത് ആജീവികാക്ക ജീവിക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധൻ മീൻസ് തിങ്സ്. परंतु वह बहुत बुद्धिमान था, എന്നാൽ അവർ വളരെ ക്ലവർ ആയിരുന്നു. अपने पिता से उसने काम की कई बातें सीखी थी. अपने पिता से, തൻ്റെ അച്ഛനിൽ നിന്ന് उसने, അവന് काम की कई बातें सीखी थी. काम മീൻസ് ജോബിൻ്റെ പല കാര്യങ്ങളും പഠിച്ചിരുന്നു. देखिए अगला अनुच्छेद. एक दिन उसके दिमाग में एक अद्भुत विचार आया. एक दिन वन डे उसके दिमाग में, ഇവിടെ ദിമാഗ് മീൻസ് ക്ലവർ ബുദ്ധിയിൽ एक अद्भुत विचाराയ, ഒരു അത്ഭുതകരമായിട്ടുള്ള ചിന്തയുണ്ടായി. उसने शहर जाने की ठान ली. അവനെന്താണ് ഷഹർ ടൗണിലേക്ക് പോവാൻ ഡിസൈഡ് ചെയ്ത്, തീരുമാനിച്ചു. शहर जाकर, शहर मीन्स टाउन, उसने एक सस्ती सी दुकान किराए पर ले ली. സസ്തി മീൻസ് ലെസ് ആയിട്ടുള്ള വളരെ എന്താണ് ചുരുങ്ങിയ കാശിൽ ദുഖാൻ കിരായി പർ ലേ ലി. ദുഖാൻ മീൻസ് ഷോപ്പ്, കിരായ മീൻസ് റെൻ്റ് ആ ഒരു ഷോപ്പ്, വളരെ കുറഞ്ഞ റെൻറ്റിനുള്ളൊരു ഷോപ്പ് എടുത്തു ലേ ലി. और दुकान के बाहर एक बोर्ड लगा दिया. और दुकान की ഷോപ്പിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ഒരു ലാബിൽ വെച്ചു ജിസ് पर लिखा था, അതിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധി കാ സൗദാഗർ, യഹാ ബുദ്ധി ബിക്തി ഹെ. അതാ ബുദ്ധിയുടെ കച്ചവടക്കാരൻ, യഹാ ബുദ്ധി ബിക്തി ഹെ, ഇവിടെ എന്താണ് ബുദ്ധി വിൽക്കാൻ കിട്ടും. की दुकान के आसपास फल, सब्जियां, कपड़े, जेवर, मेवे और रोजमर्रा की चीज़ों की कई दुकानें थी. लड़की की दुकान के आसपास ആൺകുട്ടിയുടെ ആ ബാലകൻ്റെ ഷോപ്പിൻ്റെ നിയറസ്റ്റ് ആയിട്ട് സബ്ജിയാം വെജിറ്റബിൾസ്, കപ്പടെ മീൻസ് ക്ലോത്ത്സ്, ജേവർ ജ്വല്ലറി, मेवे ड्राई फ्रूट्स और रोजमरी
റോസ്മരി की चीज़ें की कई दुकानें थी അല്ലേ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു सारी दुकानदार उस लड़की की खिल्ली उठाते सारे दुकानदार അല്ലേ എല്ലാ ഷോപ്പിലുള്ള ഷോപ്പ് ഉടമകളും ഉസ് ലड़की അല്ലേ ഈ കുട്ടിയെ खिल्ली उड़ाते थे അല്ലേ खिल्ली മീൻസ് ജോക്ക് ചെയ്യുക കളിയാക്കുക അല്ലേ ഭായ് ये दुकान तो बड़ी गजब की है അല്ലേ ഈ ദുക്കാന് അല്ലേ സഹോദര ഈ ദുക്കാൻ ഈ ഷോപ്പ് എന്താണ് വളരെ വിചിത്രമാണ് അബ് തോ അഖൽ ബി ബിഖാവു ഹോ ഗയി ഹേ ഇപ്പോൾ ഇവിടെ എന്താണ് ബുദ്ധിയും വിൽക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ എല്ലാവരും ജോക്ക് ചെയ്തു അല്ലെ എല്ലാവരും കളിയാക്കി ഓക്കെ लड़का उनकी बातों की कोई परवाह नहीं करता था लेकिन सभी लोग मजाक उड़ाते थे फिर भी लड़का उनकी बातों को कोई परवाह नहीं करता था അല്ലേ ആ കുട്ടി എന്താണ് ആര് പറയുന്നതും ശ്രദ്ധിച്ചിരുന്നില്ല അല്ലേ വ ദിൻ ഭർ ആത്തെ ജാത്തെ ഗ്രാഹകോ കോ അല്ലേ വ ദിൻ ഭർ ഡേ അല്ലേ ഓരോ ഡേയിലും ആത്തെ ജാത്തെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഗ്രാഹകവും അല്ലേ കസ്റ്റമേഴ്സ് അല്ലേ ഹവാസ് ലഗാത്താരത്ത അല്ലേ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആവോ ആവോ ബുദ്ധി ലേ ജാവോ വരൂ വരൂ കുറച്ച് ബുദ്ധി വാങ്ങിച്ചു പോയിക്കോളൂ അല്ലേ ഏകദം ഖരി അല്ലേ നന്നായിട്ട് ഫ്രഷായിട്ട് സസ്തി ഓർ ഉപയോഗി അല്ലേ വില കുറവുള്ളതും ഉപയോഗിക്കാൻ പറ്റുന്നതും ഏകദം അല്ലേ ഒരേ വിലയിലുള്ള ദാം മീൻസ് പ്രൈസ് സഹി ദാം ശരിയായിട്ടുള്ള വില आओ साहब वरू साहब ले जाओ കൊണ്ടുപോയിക്കോളൂ लेकिन बहुत दिनों तक बुद्धि के सौदागर की दुकान पर कोई भी ग्राहक नहीं आया लेकिन कोई भी ले बहुत दिनों के बाद കുറേ ദിവസങ്ങൾ കുറേ ഡേയ്സുകൾ പിന്നിട്ടിട്ടും അവിടെ എന്താണ് ഒരു കസ്റ്റമേഴ്സും അവിടെ എത്തിയില്ല देखिए एक दिन उसने दुकान बंद करने का निश्चय कर लिया ഒരു ഡേയിൽ അവനെന്ത് ചെയ്തു ആ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു तभी एक धनी सेठ का मूर्ख लड़का उसकी दुकान की ओर से गुजरा तभी ആ ടൈമിൽ ദിസ് ടൈം एक धनी അല്ലേ ഒരു ധനി റിച്ച് ആയിട്ടുള്ള സേട്ട് അല്ലേ സേട്ട് കാ മൂർഖ് ലड़ക അല്ലേ ഒരു ധനികനായ സേട്ടിൻ്റെ മകനായി ആയിട്ടുള്ള ഫൂളിഷ് ആയിട്ടുള്ള ഒരു ചെക്കനെ അല്ലേ ദുക്കാൻ കി ഓർ സേ ഗുസ്റ അല്ലേ ദുക്കാൻ ഷോപ്പിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ വന്നു ഉസേ സമജ് നഹി ആയാ കി യേ കൈസേ ദുക്കാൻ ഹേ അല്ലേ ആൾക്ക് മനസ്സിലായില്ല അത് ഏത് തരത്തിലുള്ള ഷോപ്പാണ് എന്ത് വിൽക്കുന്ന ഷോപ്പാണെന്ന് മനസ്സിലായില്ല നെക്സ്റ്റ് കോയി ഫൽ യാ സബ്ജി ഹോഗി അല്ലേ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സബ്ജിയോ വെജിറ്റബിൾസോ ആയിരിക്കുമെന്ന് വിചാരിച്ച് വന്ന് നോക്കി മേരെ പിതാ മുझे हमेशा നിർബുദ്ധി ഓർ മൂർഖ് കത്തേ രഹത്തെ ഹേ അവനിങ്ങനെ വിചാരിച്ചു എൻ്റെ അച്ഛനെ പിന്നെ എപ്പോഴും എന്താണ് മുझे ഹമേഷ ഓൾവേസ് അല്ലേ നിർബുദ്ധി അല്ലേ ഫൂളിഷ് അല്ലേ മൂർഖ് വിഡ്ഢി എന്ന് പറയാറുണ്ട് ക്യോം ന ഥോടി ബുദ്ധി ഖരീദ് ലോ എന്തുകൊണ്ട് കുറച്ച് ബുദ്ധി ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിക്കൂടാ ये सोच कर उसने सौदागर लड़के से कहा അല്ലേ ഇങ്ങനെ ഇത് തിങ്ക് ചെയ്തുകൊണ്ട് സൗദാഗർ ലड़के से कहा അല്ലേ സൗദാഗർ ആ മർച്ചൻ്റ് ചെക്കൻ പറഞ്ഞു അല്ലേ ആ കുട്ടി പറഞ്ഞു एक शेर बुद्धि के कितने पैसे लोगे അല്ലേ एक शेर बुद्धि के कितने पैसे लोगे ഒരു സേർ അല്ലേ ഒരു ഏക് സേർ എന്ന് പറഞ്ഞാൽ ഒരു അളവാണ് കേട്ടോ ഒരു അളവ് ബുദ്ധിക്ക് എത്ര പൈസയാണ് നിങ്ങൾ എടുക്കുക ലड़के ഉത്തർ ദിയ മേ ബുദ്ധി തൗൽക്കർ നഹി ഞാൻ ബുദ്ധി അളന്നിട്ടല്ല ഉസ്കി കിസ്മ കെ ഹിസാബ് സേ ഹോത്താ ഹൈ പോസ് लड़के ने उत्तर दिया मैं बुद्धि तौल कर नहीं उसकी किस्म के हिसाब से बेचता हूँ अല്ലേ
കുട്ടി എന്താണ് മറുപടി കൊടുത്തത്? ഞാൻ ബുദ്ധി അളന്നിട്ടല്ല കൊടുക്കുന്നത്, ഇവിടെ വിൽക്കുന്നത്. ഉസ്കി കിസ്മ കെ ഹിസാബ് സെ ബേച്ച്താവും, അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് എത്തരത്തിലുള്ളതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പിനനുസരിച്ചാണ് ഞാൻ വിൽക്കുന്നത്. മേരെ പാസ് തരതരയ്ക്ക് ബുദ്ധി ഹേ, എൻ്റെ അടുത്ത് പലതരത്തിലുള്ള ബുദ്ധികളുണ്ട്. സബ്കാ ദാം അലഗ് അലഗ് ഹേ, ഇതിൻ്റെ എല്ലാം പ്രൈസും വ്യത്യാസമുണ്ട്. ആപ്കോ കൈസി ബുദ്ധി ചാഹിയേ, അല്ലേ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് വേണ്ടത്? तो ठीक है, एक पैसे में जिस तरह की बुद्धि आए दे दो, അല്ലേ, ഒരു പൈസയിൽ എത്തരത്തിലുള്ള ബുദ്ധിയാണ് തരാൻ പറ്റുക അതുകൊണ്ട് തരാൻ പറഞ്ഞു, അല്ലേ. സേഡ് കാ ലടുക്ക ലാപർവാഹി സെ ബോല, അല്ലേ, ഒരു ലാപർവാഹി അതായത് ഒരു ശ്രദ്ധയില്ലാതെ പറഞ്ഞു. लड़के ने कागज की एक पर्ची निकाली और सेठ के बेटे को दे दी. पर्ची मीन्स ഒരു പീസ്, അല്ലേ, കാഗസ് മീൻസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നിക്കാലി और सेठ के बेटे को दे दी, സേട്ടിൻ്റെ മകന് കൊടുത്തു. ഉസ് पर्ची पर लिखा था, അല്ലേ, ആ पर्ची മീൻസ് ആ പേപ്പറിൻ്റെ പീസിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. जब दो लोग झगड़ रहे हो तो वहाँ गड़े होकर उन्हें देखना बुद्धिमानी नहीं है. उसमें क्या लिखा था उस पर्ची में? जब दो लोग झगड़ रहे हो, എപ്പോഴാണ് രണ്ടാളുകൾ വഴക്കടിക്കുന്നത്, വഹാ ഖടേ ഹോക്കർ, അവിടെ നിന്നിട്ട്, ഉനെ ദേഖ്ന ബുദ്ധിമാനി നഹി ഹേ, അവിടെ നിന്നിട്ട് നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല, അല്ലേ. सेठ का बेटा खुशी खुशी घर पहुंचा और अपने पिताजी को कागज की पर्ची देते हुए बोला, देखिए पिताजी, मैं एक पैसे में अकल खरीद कर लाया हूँ. सेठ का बेटा खुशी खुशी घर पहुंचा, നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് അവൻ വീട്ടിലേക്ക് എത്തിയത്. और अपने पिता को കാഗസ് की पर्ची देते हुए बोला, അല്ലേ, തൻ്റെ പിതാവിനോട് ആ പേപ്പറിൻ്റെ കഷ്ണം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, देखिए पिताजी, അല്ലേ, ഒന്ന് നോക്കിയാലും മച്ചാ, मैं एक पैसे से अकल खरीद कर लाया हूँ, ഞാൻ ഒരു പൈസയിൽ ബുദ്ധി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. सेठ ने पर्ची पढ़ी और थमथमाकर बोले, मूर्ख, एक पैसे में ये ख्याल आया है, ये बात तो सभी जानते हैं, तुमने मेरा एक पैसा डुबो दिया. सेठ ने पर्ची पढ़ी, अല്ലേ, ആ സേठ ആ पर्ची മീൻസ് കാഗസ് കാ ടുക്കട, അല്ലേ, അത് റീഡ് ചെയ്തു. തം ധമാഖർ പോലെ ഇങ്ങനെ പറഞ്ഞു, മൂർഖ്, ഈ പൈസേ മേ ഏ ഖ്യാൽ ആയാ ഹേ, അല്ലേ, ഒരു പൈസയ്ക്ക് നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ബാത് തോ സഭി ജാൻതേ ഹേ, ഇതെല്ലാവർക്കും അറിയോ. തുമ്നെ മേരാ ഏക് പൈസ ഡുബോ ദിയ, അല്ലേ, നീ എന്നെ പൈസ വെള്ളത്തിലാക്കി. गुजरात के एक छोटे से गांव में एक निर्धन लड़का रहता था, परंतु वह बहुत बुद्धिमान था. वह शहर जाकर एक दुकान सस्ते किराए में ले ली और दुकान के बाहर एक बोर्ड लगा दिया जिस पर लिखा था, बुद्धि का सौदागर, यहाँ बुद्धि बिकती है. उस पर क्या लिखा था? उसमें लिखा था, बुद्धि का सौदागर, यहाँ बुद्धि बिकती है. एक दिन वहाँ के एक धन सेठ के मूर्ख लड़का आया. वह सौदागर से पूछा, एक सर बुद्धि के कितने पैसे लगेगा? यहाँ तब उसी वक्त सौदागर ने कहा, यहाँ बुद्धि तौल कर नहीं देते हैं, उसको किस्म के हिसाब से बेचते हैं. वह एक पैसे में वह बुद्धि खरीद लिया. सौदागर लड़के ने कागज को एक पर्ची दिया, उसमें लिखा था, जब दो लोग झगड़ रहे हो तो वहाँ खड़े होकर उन्हें देखना बुद्धिमानी नहीं है. तो आज का क्लास यहाँ खत्म हो गया है. फिर मिलेंगे, तब तक के लिए खुदा हाफिज.